ഏപ്രിൽ 9-ാം തീയതി ആയിരുന്നു നമ്മളുടെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ TK ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ V കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി, ഈ രണ്ടുപേർക്കൊരു പ്രത്യേകതയുണ്ട്. രണ്ടുപേരും CPM നിന്ന് പുറത്തു വന്ന് സ്ഥാനാർത്ഥികളായ ആളുകളാണ്. അവരുടെ അനുഭാവികളെയും അവരുടെയൊക്കെ സ്ഥാപനങ്ങളിലും പല സ്ഥലങ്ങളിലുമായിട്ട് വലിയ ആക്രമണങ്ങളാണ് നടന്നത്. V കുഞ്ഞികൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ പേരെഴുതിയ മതിൽ ആക്രമിച്ചു. അതിൽ കല്ലില്ലാത്ത രീതിയിൽ ആക്രമണം നടത്തി. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആക്രമണം കാണുന്നത്. കല്ലിനോടാണ് അവരുടെ ആക്രമണം നടന്നത്. മറ്റൊന്ന്, ഒരു അനുഭാവിയുടെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറ് കത്തിച്ചു. മറ്റൊന്ന്, V കുഞ്ഞികൃഷ്ണൻ്റെ ഭാര്യയുടെ പേരിലുള്ള പച്ചക്കറിത്തോട്ടം കത്തിച്ചു കളഞ്ഞു. ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നിരുന്ന ഒരു അനുഭാവിയുടെ ബൂത്തിലേക്ക് കയറാൻ വരെ വിട്ടില്ല. ശരണ്യം ചാരു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. TK ഗോവിന്ദൻ മാസ്റ്ററെ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് കൂകി വിളിച്ചു, ആക്രോശിച്ച് അടുത്ത് ചെന്നു, സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവിടെ ഇന്ന് തളിപ്പറമ്പിലും അതുപോലെ തന്നെ പയ്യന്നൂരിലൊക്കെ സംഘർഷാവസ്ഥയാണ്. കണ്ണൂർ കളക്ടർ ADM ആണെന്ന് തോന്നുന്നു, ADM സമാധാന ചർച്ച നടത്തിയിരുന്നു. ഇതൊക്കെ എന്താണ് ഇതിനൊക്കെ പിന്നിലുള്ളത്? CPM നിന്ന് പുറത്തു വന്ന് എനിക്ക് ചില യോജിപ്പുകളുണ്ട്, എനിക്ക് ചില താല്പര്യക്കുറവുകളുണ്ട് എന്ന് പറഞ്ഞ് പുറത്തു വരുന്നു. അത് ചിലപ്പോൾ നമുക്കതിൽ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. എന്തായാലും അയാൾ പുറത്തു വരുന്നു, അയാൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചെല്ലുമ്പോൾ ഇത്രമാത്രം സംഘർഷങ്ങൾക്ക് കാരണമാവുന്നത്? എന്തുകൊണ്ടാണ് ഇത്ര അസഹിഷ്ണുത? ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചാൽ തമാശ തോന്നും. ഇപ്പോൾ TK ഗോവിന്ദ മാഷ് സ്ഥാനാർത്ഥിയൊക്കെ ആയി, എന്നാലും അദ്ദേഹം CPM-നെ ഞാൻ അങ്ങനെ പറയില്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നല്ല, CPM നിലനിന്ന് പോകണമെന്നാണ് ആള് നമുക്ക് തന്നിട്ടുള്ള ഒരു അഭിമുഖത്തിൽ തന്നെ പറയണത്. കേരളത്തിലെ CPM തകരാൻ പാടില്ല, കേരളത്തിൽ CPM ഉണ്ടാവണം. ഞാനൊരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ പാർട്ടിയിൽ ഈ കാര്യം പറയുമ്പോൾ പാർട്ടിയിൽ നടന്നതും ചർച്ച ചെയ്തതുമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ പറയില്ല. ഞാൻ പാർട്ടിയുടെ തികഞ്ഞ അച്ചടക്കത്തോട്ട് നിൽക്കും, വാർത്തല്ല. പക്ഷേ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വരരുത്. CPM നിലനിന്ന് പോകണമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ്, അദ്ദേഹം സ്ഥാനാർത്ഥിയാവാൻ തളിപ്പറമ്പിൽ TK ഗോവിന്ദ മാഷ് സ്ഥാനാർത്ഥിയാവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവിടെ MV ഗോവിന്ദ മാഷ് പിന്നെ വാസ്തവത്തിൽ മൂന്ന് തവണയായി അവിടെ MLA ആവുന്നു. മൂന്നാം തവണ പിന്നെ കഴിഞ്ഞിട്ട് മാറുന്ന സമയത്താണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ശ്യാമള ടീച്ചർ മത്സരിക്കണം എന്ന് പറയുകയും, വാസ്തവത്തിൽ അദ്ദേഹം പറയണത് എന്താ വെച്ചാൽ ജില്ലാ കമ്മിറ്റിയിൽ പോലും അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു. എന്നാൽ ഏകോഷീയമായിട്ട് പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിർബന്ധപ്രകാരം ശ്യാമള ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. TK ഗോവിന്ദ മാഷ് പറഞ്ഞത് സുകന്യെ അവിടെ മത്സരിപ്പിക്കായിരുന്നു. ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ നിലവിലുള്ള ആളെ മാറ്റി സുകന്യെ അവിടെ മത്സരിപ്പിക്കായിരുന്നെങ്കിൽ ഞാൻ ഈ സ്ഥാനാർത്ഥിത്വമായിട്ട് പുറത്തേക്ക് വരില്ലായിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനൊരു ഇതിൻ്റെ മുകളിലാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. പക്ഷേ നമ്മൾ കണ്ടതാണ്, എന്തുമാത്രം പിന്നെ ശരിക്കും പറഞ്ഞാൽ നിന്ന് വിയർക്കുന്ന, അവർ രണ്ടുപേരെയും കൂവി വിളിച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പോലീസ് പറയുന്നത് ഇവരോട് വേഗം അവിടുന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിൽക്കാൻ പോലും സമ്മതിക്കുന്നത് ആളുകളെ മാറ്റില്ല, അല്ലല്ല, അവിടെ ചെന്നിട്ടുള്ള ഗോവിന്ദ മാഷോട് വേഗം അവിടുന്ന് മാറാൻ പറയുന്ന പോലീസിനെയാണ് നമ്മൾ കാണുന്നത്. V കുഞ്ഞികൃഷ്ണൻ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അവിടെ മധു എന്ന് പറയുന്ന ഇതിന് മുമ്പത്തെ MLA ആയിട്ടുള്ള TV മധുസൂദനൻ നടത്തിയിട്ടുള്ള ധനരാജ് പിന്നെ രക്തസാക്ഷി ഫണ്ട്, അതുപോലെ അവരുടെ ബിൽഡിംഗ് ഫണ്ട്, അങ്ങനെ കെട്ടിട നിർമ്മാണ ഫണ്ട്, ഇതൊന്നൊക്കെ ഒരുപാട് പൈസ മാറ്റിയതിൻ്റെ കണക്കൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം വെച്ചുകൊണ്ടാണ് V കുഞ്ഞികൃഷ്ണൻ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, കുറെ വർഷമായി പറയുന്നത്. പാർട്ടിക്കുള്ളിലും ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം പുസ്തകം എഴുതി പുറത്തുവരികയും ചെയ്തു. അതെ, കുറെ കാലമായി പറയുന്നു. ഇപ്പൊ പറഞ്ഞിട്ടൊന്നും അതിനെതിരെ നടപടിയൊന്നും എടുക്കുന്നതിന് കണ്ടപ്പോഴാണ് അദ്ദേഹം പുസ്തകം എഴുതിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതൊക്കെ കണക്ക് സഹിതം പുറത്തു കൊണ്ടുവരാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹം വിചാരിച്ചെന്താ, ഈ പുസ്തകമൊക്കെ പുറത്തു വന്ന സ്ഥിതിക്ക്, ഇത്തരം അഴിമതികൾ മൊത്തം പുറത്തു വന്ന നാട്ടുകാരൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും പാർട്ടി TV മധുസൂദനയോട് മത്സരിപ്പിക്കില്ല എന്നാണ് കരുതിയത്. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ മധുസൂദനൻ തന്നെയാണ് സ്ഥാനാർത്ഥി. അത് കണ്ടതോടെ കുഞ്ഞികൃഷ്ണൻ തീരുമാനിക്കുന്നു, ഞാനിവിടെ സ്ഥാനാർത്ഥിയാവുകയാണ് എന്നുള്ളതിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിക്കുന്നു. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പുറത്തേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ RSPയുടെ പിന്നെ UDFന്റെ RSPയുടെ മണ്ഡലം അവർക്ക് അനുവദിച്ചിട്ടുള്ള സീറ്റാണ്. അവർ പിന്തുണയായിട്ട് വരുന്നു. അതേപോലെ തന്നെ TK ഗോവിന്ദ മാസ്റ്റർക്കും UDF പിന്തുണയായിട്ട് വരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പിന്നെ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഈ കുഞ്ഞികൃഷ്ണൻ പേരെഴുതിയിട്ടുള്ള മതില്
മതിലിന്റെ കല്ലുകൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ തമാശ. അല്ല, ഈ നമ്മൾ ആലോചിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്ത് കാരണത്താലായാലും ചിലപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിരിക്കാം, ടി കെ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് ന്യായമല്ലാത്ത കാര്യമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ഒരു പാർട്ടിയിൽ നിന്ന് ആ പാർട്ടിയോട് പല വിയോജിപ്പുകൾ കൊണ്ട് പുറത്തു വരുന്ന ആളുകളോട് ഒരു പാർട്ടി ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. എന്തുകൊണ്ടാണ് CPM-ന് മാത്രം, എനിക്ക് തോന്നുന്നു ഇത്തരത്തിലെ രീതി കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള CPM-ന്റെ ഭാഗത്താണ്. കോൺഗ്രസിന്റെ ഭാഗത്ത് നമ്മൾ അധികം കണ്ടിട്ടില്ല. മറ്റു പാർട്ടികളിൽ നിന്നും ഇങ്ങനെ ഇത്രയധികം കണ്ടിട്ടില്ല. CPI-യിൽ പോലും നമ്മൾ പാർട്ടി വിട്ടു പോകുന്ന ആളുകളോട് ഈ രീതിയിൽ പെരുമാറുന്നത് നമ്മൾ CPI-യിൽ പോലും കണ്ടിട്ടില്ല. അപ്പോൾ CPM-നെ പോലുള്ള പാർട്ടികളിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നത് CPM കരുതുന്നത് അവർ സത്യത്തിൻ്റെ മാലാഖമാരാണ്, അവർ സത്യത്തിൻ്റെ കാവലാളാണ്, അവർ പുരോഗമനത്തിൻ്റെ മൊത്ത കച്ചവടക്കാരാണ്. അപ്പം ഇങ്ങനെ ഞങ്ങൾ പുരോഗമനകാരികളാണ്, ഞങ്ങൾ എല്ലാ തരത്തിലുള്ള ശരികളുടെയും കുത്തക ഞങ്ങൾക്കാണ്, ഞങ്ങളിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ അവർ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്, അതിന് ഞങ്ങൾക്ക് നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാ ശരികളുടെയും കേന്ദ്രമായി CPM സ്വയം സങ്കല്പിക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? അത് അവരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ അവരുണ്ടായത് തന്നെ ചെറിയ ഒരു ന്യൂനപക്ഷം പിന്നെ 64-ല് CPI ഇറങ്ങി പോന്നിട്ടുണ്ടായ ഒരു പാർട്ടിയാണ്. അവരെന്തുകൊണ്ട് അത് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. പിന്നെ അവരുടെ ഈ ഒരു തരം കുടിപ്പക സ്വഭാവമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പയ്യന്നൂര് ടി ഗോവിന്ദൻ എന്ന് പറയുന്ന പഴയ സഖാവിൻ്റെ മരുമകനായിട്ടുള്ള ടി പുരുഷോത്തമൻ ഇപ്പോഴും പാർട്ടി മെമ്പറാണ്. പാർട്ടി അംഗമായിട്ടുള്ള ടി പുരുഷോത്തമൻ്റെ വീടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് 9-ാം തീയതി രാത്രി പുലർച്ചെ 10-ാം തീയതി പുലർച്ചെയായിട്ട് ആക്രമിക്കപ്പെടുന്നത്. അവിടെ നമുക്കറിയാം നിഷി ഒക്കെ എഴുത്തുകാരിയും ഒക്കെ ആയിട്ടുള്ള കവിയൊക്കെ ആയിട്ടുള്ള വളരെ അറിയപ്പെടുന്ന അത്തരമൊരു കുടുംബം, ആ കുടുംബം ആക്രമിക്കുക. CPM മെമ്പർഷിപ്പ് ഉണ്ട് അദ്ദേഹത്തിന്, അദ്ദേഹത്തിൻ്റെ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിക്കുന്നു, അതുപോലെ കാറ് കത്തിക്കുന്നു. വലിയ തോതിലുള്ള ആക്രമണം ആ വീട്ടിലൊക്കെ നടന്നിട്ടുള്ളത്. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാളെ സഹായിച്ചു എന്ന ഒരു സംശയത്തിന്റെ പേരിലാണ്. വാസ്തവത്തിൽ അദ്ദേഹം പുറത്ത് അത്ര പിന്നെ വ്യാപകമായിട്ടുള്ള പ്രചാരണമൊന്നും നടത്താനൊന്നും അദ്ദേഹം തയ്യാറായിട്ടില്ല. മാത്രമല്ല പയ്യന്നൂർ പ്രദേശത്ത് എന്ന് പറയുന്നത്, പയ്യന്നൂർ പല നമ്മുടെ സുഹൃത്തുക്കളായിട്ട് പല ആൾക്കാരുണ്ട്. ഒരാൾ പോലും ഇന്ന് വീട്ടിലല്ല ഉള്ളത്. ഈ സമാധാന ചർച്ചയ്ക്ക് അവിടെ നടക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം സമാധാന ചർച്ചയ്ക്ക് നടന്നു. പക്ഷേ പല വീടുകളിലും പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആണുങ്ങളൊക്കെ പല വീടുകളിലില്ല, അവർക്കൊന്നും വീട്ടിൽ പോലും താമസിക്കാൻ പറ്റാത്തൊരു അവസ്ഥ പേടിച്ചിട്ടാണ്. അത് അത്രയും കാലം അവർ പിന്നെ പ്രവർത്തിച്ചുള്ള പാർട്ടിയെ പിടിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവരുടെയൊക്കെ സുഹൃത്തുക്കളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഈ ആക്രമണത്തിന് ചെല്ലുന്നുണ്ടാവുക. കാരണം തോള് കൈയിട്ട് നടന്നിട്ടുള്ളവരെ ആക്രമിക്കുന്നത് നമുക്കറിയാം. 2012-ല് TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടുന്നത് ഇതേപോലെ കുലംകുത്തി എന്നാണ്. പാർട്ടി വിട്ട് ഇപ്പോൾ ഇവരൊക്കെ കുലംകുത്തി എന്നാണ്. ഇവരൊക്കെ പിന്നെ വി കുഞ്ഞികൃഷ്ണനാണെങ്കിലും TK ഗോവിന്ദമാഷാണെങ്കിലും ഒക്കെ അറിയപ്പെടുന്ന കുലംകുത്തികൾ എന്നാണ്. കുലംകുത്തി എന്നുള്ള പ്രയോഗം തന്നെ അതിൻ്റെ സ്വഭാവം അതെന്താണ് എന്നുള്ളത് എടുത്തു കാണിക്കുന്നുണ്ട്. കൊല ചെയ്യപ്പെട്ട അന്ന് പോലും TP ചന്ദ്രശേഖരൻ കുലംകുത്തി തന്നെ എന്ന് പറയുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട്, മാധ്യമങ്ങളിൽ കൂടെ കണ്ടിട്ടുണ്ട്. ഫസൽ വധം നമ്മൾ എല്ലാവർക്കും അറിയാം. കണ്ണൂരുള്ള ഫസൽ NDF-ന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കണം. ആ കാലത്ത് NDF ആണ് ഉണ്ടായിരുന്നത്. NDF-ന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു. അതുപോലെ സൈനുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ, ആളും NDF ആയിട്ട് മാറുക ചെയ്തത്. അപ്പോൾ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു. ഇപ്പോൾ CPM-ന്ന് പുറത്തു പോയിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോയാലും എന്തായാലും അവരൊക്കെ കൊല ചെയ്യപ്പെടും എന്നുള്ളതാണ് ഒരു അല്ലെങ്കിൽ അവരൊക്കെ ഇപ്പോൾ നമുക്കറിയാം KR ഗൗരിയമ്മ പുറത്തു പോയപ്പോൾ അവർ എത്രമാത്രം ആക്രമിക്കപ്പെട്ടു എന്നുള്ളത്. അതുപോലെ മറ്റേ എം വി രാഘവൻ പാർട്ടി വിട്ടു പോയപ്പോൾ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ള സഖാക്കളാണ് അദ്ദേഹത്തിനെതിരെയും നമുക്കറിയാം. അത് വിശദീകരിക്കേണ്ട ഒക്കെ ചരിത്രമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഗദ്ദിക പത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന രവിയേട്ടൻ്റെ വി കെ രവീന്ദ്രൻ്റെ പ്രസ്സൊക്കെ പലതവണ കത്തിച്ചിട്ടുണ്ട്. CPM-കാർ പുറത്തു പോകുന്നതിൻ്റെ മുകളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊരു സ്വഭാവമാണ്. CPM-ൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പുറത്തു പോയവരെ മറ്റു പാർട്ടികളിൽ ഇത് ഉണ്ടാവാം ചിലപ്പോൾ, പക്ഷേ നമ്മളാരും കണ്ടിട്ടില്ല ആ രീതിയിൽ. പ്രകടമായിട്ട് പാർട്ടി വിട്ടുപോകുന്ന ആളുകളെ ആക്രമിക്കുന്നത് മറ്റു പാർട്ടികൾ ഇത്ര പ്രകടമായി നമ്മൾ കണ്ടിട്ടില്ല. TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടു. നമുക്കറിയാം. ഇപ്പോൾ സുധാകരൻ, ഇഞ്ചപ്പാടത്തെ സുധാകരൻ അങ്ങേയറ്റം വെട്ടി കയ്യും കാലും ഒക്കെ വേറെയായ രീതിയിലാണ് ഒക്കെ തുന്നിച്ചേർത്ത് ആണ് അദ്ദേഹം മംഗലാപുരം തന്ന് ചികിത്സ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എഴുന്നേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പുതിയടുത്ത് ജയരാജൻ്റെയൊക്കെ കയ്യും കാലും ഒക്കെ ഇതേപോലെ വെട്ടി നുറുക്കി ഇതാക്കിയതാണ്. അദ്ദേഹം പിന്നീട് പഞ്ചായത്ത് പ്രസിഡൻ്റായി മാറി എന്നുള്ളത് വേറെ കാര്യം. ഒഞ്ചിയത്ത്
അതുപോലെ ജയനൊക്കെ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം. കാരണം കരളൻ നെഞ്ചത്തൊക്കെ വലിയ കുത്തും വെട്ടും ഒക്കെ കൊണ്ട് ഒരു നേരിയ ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടു കിട്ടുന്ന സമയത്ത്. അപ്പം അങ്ങനെ ഒരുപാട് പേര് ഒഞ്ചിയത്ത് കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പയ്യന്നൂർ ഒരു പുതിയ ഒഞ്ചിയം ആയി മാറുന്നു എന്നുള്ള ഒരു ഭയം CPM-നുണ്ട്. കാരണം ഒഞ്ചിയത്ത് ഉണ്ടായ പോലെ TP ചന്ദ്രശേഖരൻ തുടങ്ങി വെച്ചതുപോലെ കുഞ്ഞികൃഷ്ണൻ തുടങ്ങി വെച്ചിട്ടുള്ള അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പ്രചാരണം എന്നുള്ളത് ഒരുപക്ഷെ കേരളം മുഴുവൻ അത് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പയ്യന്നൂർ ഒരു പുതിയ ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് CPM-നെ സംബന്ധിച്ചോളം അവരെ സംബന്ധിച്ചോളം ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇത്ര അധികം ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. എനിക്ക് വേറൊരു സംശയം തോന്നാറുള്ളത്, ഇപ്പോൾ LDF പല അംഗങ്ങളുണ്ട്. LDF തന്നെ വിവിധ പാർട്ടികളുണ്ട്, CPI ഉണ്ട്, പല പാർട്ടികളുണ്ട്. ഇവരൊന്നും സത്യത്തിൽ അങ്ങനെ പുറത്തു പോകുന്ന ആളുകളെ ആക്രമിക്കുന്ന ആളുകളായിട്ട് കണ്ടിട്ടില്ല. ഈ CPM-ന് മാത്രമാണ് ഈ ഒരു രീതി കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് LDF ഇതര വിഭാഗങ്ങൾ നിങ്ങൾ ഇങ്ങനെയല്ല നിങ്ങളെ പെരുമാറേണ്ടത്, മറ്റുള്ളവരോട് പെരുമാറേണ്ടതെന്നുള്ളൊരു ഉപദേശം ഇവർക്ക് കൊടുക്കാമല്ലോ, എന്തായിരിക്കും അവർ കൊടുക്കാത്തത്? അതിനുള്ളൊരു ശക്തി അവിടുത്തെ ഒരു ഘടകകക്ഷികൾക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പ്രധാനപ്പെട്ട പാർട്ടി CPM ആണ്. മാത്രമല്ല അവരുടെ ഒരു ആ ഒരു അതിൻ്റെ ഒരു കേഡർ സ്വഭാവം ഒക്കെ ആയിരിക്കാം അതിനിങ്ങനെ ഒരു ഏകാധിപതി അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഏകാധിപതിയുടെ കീഴിൽ അവർ പറയുന്നത് അനുസരിച്ച് ഒരു പട്ടാള ചിട്ടയുടെ അല്ലേ, ഒരു പട്ടാളത്തിന്റെ സ്വഭാവത്തിലാണ് അവർ സ്വയം മനസ്സിലാക്കുന്നത് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ പുറത്തു പോകുന്ന ആളുകളൊക്കെ ഒറ്റുകാരായി മാറുന്നുള്ള ആ രീതിയിലൊരു ചിന്ത CPM-ന് വളരെയേറെ അടിയിൽ നിന്ന് ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ബ്രാഞ്ചുകളുടെ റിപ്പോർട്ടിംഗ് അനുസരിച്ച് മുകളിലേക്ക് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബ്രാഞ്ചുകളായിരിക്കുമല്ലോ ജനങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ബ്രാഞ്ചുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ വിവരങ്ങൾ ഇത്തരം എന്താണ് സമൂഹത്തിൽ അടിത്തട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു ധാരണയും മുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. മുകളിൽ നിന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കുന്ന താഴത്തേക്ക് എന്നുള്ളൊരു സംവിധാനമായിട്ട് അത് നിലനിൽക്കുകയാണ്. അതായിരിക്കാം ഒരു പക്ഷെ അത് ഇത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു അതേസമയം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊരു പാർട്ടികൾ പല രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നത് അല്ല, ഇപ്പോഴും ആക്രമണങ്ങൾ മാത്രമല്ല. ഇപ്പോൾ പാർട്ടികൾ വിട്ടുപോകുന്ന ആളുകൾക്കെതിരെ പെണ്ണ് കേസുകൾ ഉണ്ടാക്കുക, അതേപോലെ തന്നെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന പല രീതികളും നമ്മൾ മറ്റു പാർട്ടികളും കണ്ടിട്ടുണ്ട്. പല നക്സലൈറ്റ് പാർട്ടികളിൽ തന്നെ പാർട്ടി വിട്ട് പോയ ആളുകൾക്കെതിരെ ഈ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചതായിട്ട് എൻ്റെ അറിവിലുണ്ട്. കാരണം അത് അങ്ങനെ, അതായത് ഇവരെങ്ങനെ കരുതുന്നത് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അത് കൂടുതൽ അങ്ങനെ കരുതുന്നത്. അവർ പൊതുവെ കരുതുന്നത് വെച്ചാൽ നമ്മളെപ്പോഴും പരിശുദ്ധരായ മനുഷ്യരാണ്, നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് അവരെന്തെങ്കിലും നമുക്കതിൽ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിശുദ്ധി അവർ ചോദ്യം ചെയ്യുമല്ലോ, അത് സഹിക്കില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അതേസമയം തന്നെ പല സംഘടനകൾക്കും ഈ ഒരു സ്വഭാവമുണ്ട്. സംഘടന വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്കെതിരെ ഇത്ര ആരോപണം ഉന്നയിക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ട് സംഘടനകളുടെ പൊതു സ്വഭാവം കൂടിയാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ CPM കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട പാർട്ടി ആയതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ കൂടുതൽ ദൃശ്യത ഉണ്ടാവുകയും ഇതര പാർട്ടികൾക്ക് ആ ദൃശ്യത ചിലപ്പോൾ കുറയുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത് ഇല്ലാതെ പോകുന്നത്. എങ്കിലും പ്രകടമായിട്ട് അത് ഉണ്ട് തന്നെയാണ്. പക്ഷെ കൊലപാതകങ്ങൾ ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ ഇത്ര അധികം കൊലപാതകങ്ങൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയതിനുള്ള കൊലപാതകങ്ങൾ നടത്തപ്പോ TP പോലുള്ള മനുഷ്യരെ കൊല്ലുക, പലരും കൊല്ലപ്പെടാതിരുന്നത് വലിയ UDF-ന്റെ ഭാഗമായി ഇതുകൊണ്ട് MV രാഘവനൊക്കെ അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവുന്ന MLA ഒക്കെ വലിയ ആക്രമണം നേരിട്ടുണ്ട്. ആസ്ഥാന വിധവ പോലെയുള്ള നിന്ദ്യമായ പ്രയോഗങ്ങളിലൂടെ ആക്രമിച്ചു കൊല്ലുകയാണ്. ശരിക്കും പറഞ്ഞാല് സൈബർ ആക്രമണം നടന്നിട്ടുണ്ട്. ഭീകരമായിട്ടുള്ള ഓഫീസുകൾ ആക്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പേര് TP അല്ല അവരുടെ TP കൊല്ലുന്നതിന് മുമ്പ് അവര് അഞ്ചാറ് സഖാക്കൾ പലരും ഇപ്പോഴും പകുതി എന്താ പറയാ അതിന്റെയൊക്കെ കഷ്ടപ്പാടുകൾ പേറിയാണ് പലരും ജീവിക്കുന്നത്. അപ്പൊ CPM യഥാർത്ഥത്തിൽ ഒരുപാട് ആക്രമണം നേരിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതായത് സംഘപരിവാർ തന്നെ CPM-ന് ഒരുപാട് ആക്രമണങ്ങൾ അവർക്കെതിരെ നടത്തിയിട്ടുണ്ട്, ആക്രമണം നേരിട്ടിട്ടുണ്ട്, പലതരത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്രമണങ്ങൾ നേരിട്ട് അതിജീവിച്ചു വന്നൊരു പാർട്ടി അവരിൽ നിന്ന് പുറത്തു പോരുന്ന ദുർബലരായ മനുഷ്യരെ ആക്രമിക്കുന്നതാണ് നമുക്ക് അത്ഭുതമുണ്ട്. എന്തായാലും അസഹിഷ്ണുത ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഗുണം ചെയ്യില്ല എന്ന് നമുക്ക് അവരെ തിരിച്ചറിയാന്നുള്ളതാണ് എൻ്റെ മാർഗം.